നമസ്കാരം. നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും അധികം സ്വാധീനം ചെലുത്തുന്ന വിഷയങ്ങളിൽ ഒന്നാണ് സാമ്പത്തികം അഥവാ പണം. സമ്പാദിക്കുക എന്നത് മാത്രമല്ല, അത് കൃത്യമായ രീതിയിൽ ചെലവാക്കാനും ഭാവിയിലേക്ക് സുരക്ഷിതമായി കരുതാനും നമ്മൾ പഠിക്കേണ്ടതുണ്ട്. ഈ കാര്യങ്ങളിൽ നമ്മളോട് സംസാരിക്കാനും നമ്മളോട് സമ്പാദിക്കാനും നമ്മുടെ കൂടെ ആയിരിക്കുന്നത് പ്രശസ്ത സാമ്പത്തിക ശാസ്ത്ര അധ്യാപികയായിട്ടുള്ള ഡോക്ടർ കൊച്ചുറാണി ജോസഫ്. നമസ്കാരം മാഡം. സാമ്പത്തിക കാര്യങ്ങളെക്കുറിച്ച് മാഡം തയ്യാറാക്കുന്ന വീഡിയോകളും ലേഖനങ്ങളും ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. സാധാരണ ഒരു മനുഷ്യന് വളരെ ലളിതവും പ്രായോഗികവുമാക്കാൻ പറ്റുന്ന കാര്യങ്ങളാണ് മാഡം എപ്പോഴും സംസാരിക്കാറുള്ളത്. ഈ ഒരു അവസരത്തിൽ മാഡത്തിന് സാമ്പത്തികമായുള്ള കാര്യങ്ങളെക്കുറിച്ചുള്ള മാഡത്തിൻ്റെ ഒരു വീക്ഷണം എന്താണ്? അത് നമ്മളുടെ പ്രേക്ഷകർക്ക് ഏറ്റവും മനസ്സിലാകുന്ന രീതിയിൽ ലളിതമായിട്ടൊന്ന് വിശദീകരിക്കാമോ? ഓക്കെ, താങ്ക് യു. ഡെന്നിയുടെ ചോദ്യത്തിന് നന്ദി പറയുന്നു. പണം ഒരു പ്രശ്നമല്ല, പണം ഒരു സാധ്യതയാണ്. സമ്പത്തിൻ്റെ സാധ്യതകളിലേക്കാണ് നമ്മൾ പോകേണ്ടത്. ഇത് പ്രശ്നമാണെന്ന് ചിന്തിച്ചു കഴിഞ്ഞാൽ ഉറക്കം നഷ്ടപ്പെടുന്നു, രോഗത്തിന് അടിമയാകുന്നു, ഇങ്ങനെ ഇതിലേക്ക് വരുന്നു. പക്ഷേ ഇതിൻ്റെ ഒരു സാമ്പത്തിക ഒരു സ്രോതസ്സായിട്ട് കണ്ടു കഴിഞ്ഞാൽ ഇതിനകത്തൊരു 5 പടവുകളാണ് ഉള്ളത്. 5 സ്റ്റെപ്സ് നമുക്ക് പറയാം. 1, പണം സൃഷ്ടിക്കുക. 2, പണത്തെ പരിപാലിക്കുക. 3, ഇത് വളർത്തുക. 4, ഇത് സമ്പാദിക്കുക, ഡെന്നി പറഞ്ഞ പോലെ. 5, ഇത് കൈമാറ്റം ചെയ്യുക. അപ്പോൾ ഈ 5 പടവുകൾ, ഇത് സമ്പത്തും പണവും തമ്മിലൊരു വ്യത്യാസമുണ്ട്. സമ്പത്തെന്ന് പറയുമ്പോൾ നമ്മുടെ ബന്ധങ്ങൾ സമ്പത്താണ്, നമ്മുടെ ആരോഗ്യം സമ്പത്താണ്, നമ്മുടെ വസ്തുവകൾ സമ്പത്താണ്, അല്ലേ? നമ്മുടെ സ്വഭാവം ഒരു സമ്പത്താണ്. പണം അതിനകത്ത് സമ്പത്തിലെ ഒരു ഘടകം മാത്രമാണ്. നമ്മളിപ്പോൾ പണത്തെക്കുറിച്ചാണ് ചിന്തിക്കുന്നത്, മറ്റു കാര്യങ്ങളൊന്നുമല്ല. അപ്പോൾ സമ്പത്തിനെ സൃഷ്ടിക്കുക എന്നുള്ളതാണ് ആദ്യത്തെ പടി. ഇത് മനുഷ്യന് ആത്യന്തികമായിട്ട് മനുഷ്യൻ വളർത്തിയെടുക്കേണ്ട ഒരു കലയാണ്. ചിലരുടെ ഉള്ളിൽ തന്നെ ഈ കലയുണ്ട്. അതോടൊപ്പം തന്നെ നമ്മൾ ആർജിച്ചെടുക്കേണ്ട, അല്ലെങ്കിൽ ഒരു സയൻറ്റിഫിക്കായിട്ട് ശാസ്ത്രീയമായി അഭ്യസിച്ചെടുക്കേണ്ട ഒരു കലയും കൂടിയാണ് പണം സൃഷ്ടിക്കുക എന്നുള്ളത്. പണം സൃഷ്ടിക്കാൻ സഹായകരമായ എല്ലാ വിഭവങ്ങളും മനുഷ്യനുണ്ട്, അല്ലെങ്കിൽ ദൈവം മനുഷ്യനിൽ നിക്ഷേപിച്ചിട്ടുണ്ട്. ചിലർക്ക് ഇതിപ്പോൾ നമ്മൾ ഹ്യൂമൻ റിസോഴ്സ് എന്ന് പറയുന്നില്ലേ, മനുഷ്യ വിഭവശേഷി. എനിക്കതിന് ഡെന്നി ഹ്യൂമൻ റിസോഴ്സ് പഠിച്ചിട്ടുള്ളതാണ്, MBA പഠിക്കുമ്പോൾ അല്ലേ. അപ്പോൾ മനുഷ്യ വിഭവശേഷി എന്ന് പറയുമ്പോൾ ചിലർക്ക് ബുദ്ധിപരമായ കഴിവ്, ചിലർക്ക് കലാപരമായ കഴിവ്, ചിലർക്ക് കായികമായ കഴിവ്, ചിലർക്ക് ബൗദ്ധികം, അല്ലേ, നമ്മൾ ബുദ്ധിപരം എന്ന് പറഞ്ഞാൽ ചിലർക്ക് ചില അനലിറ്റിക്കൽ അങ്ങനെയുള്ള കഴിവുകൾ. പലർക്കും പല രീതിയിലുള്ള കഴിവുണ്ട്. അപ്പോൾ ദൈവം നമുക്ക് നൽകിയിരിക്കുന്ന കഴിവിനെ നമ്മൾ കണ്ടെത്തുക എന്നുള്ളതാണ്. ഈ കണ്ടെത്തിക്കേണ്ട അത് ഉപയോഗിച്ചു കൊണ്ടാണ് നമ്മൾ പണം സൃഷ്ടിക്കേണ്ടത്. പണം സൃഷ്ടിക്കുക എന്ന് പറയുമ്പോൾ ടീച്ചർ അത് വളരെ ലളിതമായിട്ട് പറഞ്ഞു വെച്ചു. പക്ഷേ ഒരു സാധാരണക്കാരനെ സംബന്ധിച്ചിടത്തോളം പണം സൃഷ്ടിക്കുക എന്ന് പറയുന്നത് ഏതൊക്കെ രീതിയിൽ എന്നുള്ളത് അവന് എപ്പോഴും കാണാൻ മറയത്താണ്. അപ്പോൾ അത് എങ്ങനെയാണ് അവന് ഒരു സാധാരണ ജീവിതത്തിൽ നയിക്കുന്ന ഒരു വ്യക്തിക്ക് അത് മനസ്സിലാക്കി കൊടുക്കുക? അതായത് നമ്മൾ പലപ്പോഴും പറയാറുണ്ട് ഈ ഫിനാൻഷ്യൽ ലിറ്ററസി, സാമ്പത്തിക സാക്ഷരതയുടെ ക്ലാസ്സുകളൊക്കെ സാധാരണ എപ്പോഴും ആൾക്കാർക്ക് കിട്ടണത് കടം കയറി ഒരു അവസ്ഥയിൽ എത്തിക്കഴിയുമ്പോഴാണ്. കഴിഞ്ഞ ദിവസം തന്നെ നമ്മുടെ ഈ സമ്പത്തിൻ്റെ സുവിശേഷം എന്ന് പറഞ്ഞ എപ്പിസോഡ് സ്ഥിരമായി കാണുന്ന ഒരു ചേച്ചി, ആ ചേച്ചി ഒരു റിട്ടയേർഡ് സ്കൂൾ ഹെഡ് മിസ്ട്രസ്സാണ്. ഈ ചേച്ചി മിനിഞ്ഞാന്ന് എന്നോട് പറയുമായിരുന്നു, ഞാനിങ്ങനെ അടുത്ത എപ്പിസോഡിൽ ഷൂട്ട് ചെയ്യാൻ പോകുന്നുണ്ടെന്ന് പറഞ്ഞപ്പോൾ എന്നോട് പറഞ്ഞു, ഇതൊക്കെ ഒരു 40 കൊല്ലം മുമ്പ് എനിക്ക് കിട്ടിയിരുന്നെങ്കിൽ എത്രയോ നല്ലതായിരുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ ചേച്ചി പറഞ്ഞാൽ ആ സ്റ്റേജ് ശരിക്കും പറഞ്ഞാൽ കുഞ്ഞുനാൾ മുതൽ, കുട്ടിക്കാലം മുതൽ നമുക്ക് കിട്ടുന്ന ഒരു ബർത്ത്ഡേ ഗിഫ്റ്റോ കുട്ടികൾക്ക് നമ്മൾ കൊടുക്കുന്ന എന്തെങ്കിലും സമ്മാനങ്ങളോ, അവിടെ തുടങ്ങി സാമ്പത്തിക സാക്ഷരതയുടെ ആദ്യ പാഠങ്ങൾ തുടങ്ങണം. അപ്പോൾ അവിടെ തുടങ്ങി പഠിച്ച് തുടങ്ങിയിട്ട് ഞാൻ പറയുന്ന ഒരു 15 വയസ്സായി കഴിഞ്ഞാൽ 15 വയസ്സ് തുടങ്ങി സമ്പത്തുണ്ടാക്കാനുള്ള മാർഗങ്ങൾ ചിന്തിക്കണം. ഉദാഹരണത്തിന് ഇപ്പോൾ 10ാം ക്ലാസ് കഴിഞ്ഞൊരു കൊച്ച് 15 വയസ്സല്ലേ, +1 +2 കടക്കുമ്പോൾ അവൾക്ക് കൊടുക്കേണ്ട ഫീസിൻ്റെ അല്ലെങ്കിൽ പഠന ചെലവിൻ്റെ ഒരു വീതം അവനോ അവളോ ഉണ്ടാക്കണം. ആ ഒരു വീതം ഉണ്ടാക്കാൻ ഇന്ന് ഒത്തിരി സാധ്യതകളുണ്ട്. ഒത്തിരി സാധ്യതകൾ എന്ന് പറഞ്ഞാൽ പണ്ടൊക്കെ ആകെ ഒരു സാധ്യതയല്ല, ട്യൂഷൻ പഠിപ്പിക്കുക, അത് മാത്രമേ ഉള്ളായിരുന്നു. ഇന്ന് അങ്ങനെയല്ല. കഴിഞ്ഞ ദിവസം ഞാൻ ഇൻസ്റ്റ ഫോളോ ചെയ്തപ്പോൾ ഓരോരുത്തർ ഓരോ ഗിഫ്റ്റ് പാക്കറ്റുകളൊക്കെ ഉണ്ടാക്കിയാണ്, എന്നിട്ട് സെയിലെന്നും പറഞ്ഞ് ഇടുകയാണ്. ബർത്ത്ഡേ ഗിഫ്റ്റ്, കുർബാന സ്വീകരണത്തിന് നിങ്ങൾ പോകുകയാണെങ്കിൽ ഇന്ന ഗിഫ്റ്റ് ബോക്സുകൾ ഉണ്ടാക്കിയാണ്. അപ്പോൾ കുറേ സാധനങ്ങളൊക്കെ മേടിച്ച് അതിനകത്ത് വെച്ചിട്ട് പാക്ക് ചെയ്ത് ആകർഷകമാക്കി അതോടൊപ്പം തന്നെ ഇച്ചിരി പ്രോഫിറ്റ് അതിനകത്തുണ്ട്, പ്രോഫിറ്റ് ഉണ്ടാക്കി ഇൻസ്റ്റലിട്ടിരിക്കുക.
അപ്പോൾ ഒരാളിപ്പോൾ നാളെ ഒരു ബർത്ത്ഡേക്ക് പോകണം, എന്താ മേടിക്കണം, ഉടുപ്പ് മേടിക്കണം, എന്ത് മേടിക്കണം എന്ന് ആലോചിക്കുമ്പോൾ അന്ന് ഈ ഗിഫ്റ്റ് മേടിച്ചേക്കാം. ബിസിനസ്സാണ് അത്. ഒരു 16 വയസ്സുള്ള കൊച്ചു ചെയ്യുന്ന കാര്യങ്ങളാണ് ഇൻസ്റ്റയിൽ ഞാൻ കണ്ടത്. അപ്പോൾ അന്ന് മുതൽ നമ്മളൊരു പക്ഷേ പണം കൾട്ടിവേറ്റ് ചെയ്യണം. നമ്മുടെ നാട്ടിൽ എങ്ങനെയോ ഒരു ചിന്ത വന്നിട്ടുണ്ട്, മാതാപിതാക്കളാണ് എല്ലാം തരേണ്ടത്. ഓഫ് കോഴ്സ് മാതാപിതാക്കൾ കൊടുക്കണ്ട എന്നുള്ളതല്ല, പക്ഷേ മാതാപിതാക്കളെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു അവസ്ഥയിലേക്ക് വരണം. എൻ്റെ ക്ലാസ്സിൽ ഞാൻ ഓർക്കുന്നുണ്ട്, എൻ്റെ ഡിഗ്രി ക്ലാസ്സിൽ ഞാൻ പഠിപ്പിക്കുന്ന കുട്ടികളിൽ ചെറിയ ആഭരണങ്ങളൊക്കെ ഉണ്ടാക്കി 100 രൂപയ്ക്കൊക്കെ വിൽക്കുന്ന കുട്ടികളുണ്ട്. ക്ലാസ്സിൽ തന്നെ കുട്ടികൾക്ക് 100 രൂപ കൊടുക്കും. അതൊരു 60 രൂപയിനകത്ത് ചിലവ് കാണുള്ളൂ, 40 രൂപ കിട്ടും. അതുപോലെ ചുരിദാറുകളൊക്കെ 100 രൂപയ്ക്ക് തയ്ച്ചു കൊടുക്കുന്നൊരു കുട്ടിയുണ്ടായിരുന്നു. ക്ലാസ്സിൽ പഠിക്കുന്ന എല്ലാ പിള്ളേരും മേടിക്കും, കാരണം പുറത്ത് പോയി തയ്പ്പിക്കുകയാണെങ്കിൽ 250 രൂപ വേണം. ഈ കൊച്ചു 100 രൂപയ്ക്ക് തയ്ച്ചു കൊടുക്കുന്നു. കൊച്ചിനെ സംബന്ധിച്ചോളം ചിലവില്ലാത്ത പരിപാടിയാണ് അല്ലേ, 100 രൂപ. അതിനകത്ത് ഇൻവെസ്റ്റ്മെൻറ്റും ഇല്ല, ഒരു നൂലേ ചിലവാകുന്നുള്ളൂ, അല്ലെങ്കിൽ ഒരു മെഷീൻ ഓൾറെഡി ഉണ്ടായിരിക്കും. ഞാൻ പറയുന്നത് ഏത് രീതിയിലാണ് എനിക്ക് കഴിവുള്ളതെന്ന് കണ്ടെത്തി ആ കഴിവിനെ ഉപയോഗിക്കുക എന്നുള്ളതാണ്. അപ്പം 2 രീതിയിലാണ് നമുക്ക് ഇൻകം സൃഷ്ടിക്കേണ്ടത്. 2 രീതിയിൽ. ഒന്ന്, ഒരു ഫിക്സഡ് ഇൻകം വേണം, സ്ഥിര വരുമാനം. അതിനെ നമുക്കൊരു ശമ്പളം എന്നോ നമുക്ക് പലിശയെന്നോ സ്ഥിരമായി കിട്ടുന്ന വരുമാനം. 2, ഫ്ലെക്സിബിൾ ഇൻകംസ് എന്ന് പറയും. അതായത് അത് പ്ലൂറലാണ്. ആദ്യത്തെ ഞാൻ സിംഗുലറായിട്ടാണ് പറഞ്ഞത്, ഫിക്സഡ് ഇൻകം. 2, ഫ്ലെക്സിബിൾ ഇൻകംസ്. ഫിക്സഡ് ഇൻകം നമ്മുടെ ജോലി നമുക്ക് തരുന്ന മാസാമാസം വരുന്ന. ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഒരാൾ പറയുമായിരുന്നു, അയാൾ 3 ദിവസത്തേക്കാണ് ഒരു കമ്പനിയിൽ ജോലി ചെയ്യുന്നത്. 3 ദിവസം അയാൾ ജോലി ചെയ്യാൻ കാരണം അയാളുടെ ഹൗസിംഗ് ലോൺ 25,000 രൂപ അടയ്ക്കണം. ഈ 3 ദിവസം ജോലി ചെയ്യുമ്പോൾ ശമ്പളം ഏതാണ്ട് അങ്ങനെ വരുന്നുണ്ട്. 3 ദിവസം തന്നെ അയാൾ ത്രൂ ഔട്ട് രാത്രി വരെ ഒന്ന് ജോലി ചെയ്ത് കൊടുക്കുകയാണ് ആ കമ്പനിക്ക്. കമ്പനി ഇയാൾക്ക് കൊടുക്കണം 25,000 രൂപ. ഈ 25,000 രൂപ അയാൾക്ക് EMI അടയ്ക്കാനാണ്. പിന്നെ അയാൾക്ക് ഫ്ലെക്സിബിൾ ഇൻകംസ് ആണ്. ബാക്കി 4 ദിവസം ഫ്ലെക്സിബിൾ ഇൻകംസ് ആണ്, ഫ്രീലാൻസറാണ്. അപ്പം ചിലപ്പോൾ ചില ആഴ്ചകളിൽ കൂടുതൽ കിട്ടിയതിരിക്കും, ചില ആഴ്ചകളിൽ കുറവായിരിക്കും, ചില മാസം നല്ലപോലെ കിട്ടിയെന്നിരിക്കും, ചിലപ്പോൾ കുറവാണ്. ഫ്ലെക്സിബിൾ ഇൻകംസ് അത് പാഷനുമായിട്ട് ബന്ധപ്പെട്ടതാണ്. മറ്റേത് തൊഴിലാണ്, അതിൽ പഠിച്ചതുമായിട്ട് ബന്ധപ്പെട്ടാണ്. ഇത് പാഷനുമായിട്ട് ബന്ധപ്പെട്ടാണ്. പാഷൻ എന്ന് പറഞ്ഞാൽ അഭിരുചികൾ എന്നൊക്കെ നമ്മൾ പറയാമല്ലോ. ഓരോരുത്തരുടെ നേരത്തെ പറഞ്ഞാൽ ഹ്യൂമൻ റിസോഴ്സ് പറഞ്ഞാൽ ഓരോരുത്തരുടെ അഭിരുചികൾക്ക് വ്യത്യാസമുണ്ട്. അപ്പോൾ അഭിരുചികൾക്കനുസരിച്ച് പാഷൻ, ഇപ്പോൾ ഷോർട്ട് ഫിലിം നിർമ്മിക്കുക ഒരാളുടെ അഭിരുചിയായിരിക്കാം, അല്ലെങ്കിൽ ഒരു ടൂർ ഓപ്പറേറ്റർ ആകാൻ ഒരാളുടെ അഭിരുചിയായിരിക്കാം, അല്ലെങ്കിൽ ടൂറിസ്റ്റ് ഗൈഡ് ആകാനുള്ള അഭിരുചിയായിരിക്കാം, അല്ലെങ്കിൽ ഒന്നും വേണ്ട അച്ചാറുകൾ ഉണ്ടാക്കിയോ അങ്ങനെയുള്ള എന്തെങ്കിലുമൊക്കെ വിഭവങ്ങൾ, ഭക്ഷണ വിഭവങ്ങൾ ഉണ്ടാക്കി വിൽക്കുകയോ ഒക്കെ ആയിരിക്കും. അതൊക്കെ പാഷനാണ്. ചിലർക്ക് കുക്കിംഗ് ഒരു പാഷൻ, ചിലർക്ക് യാത്ര ഒരു പാഷൻ, ചിലർക്ക് ടൂറിസം ഒരു പാഷൻ. അപ്പോൾ പാഷൻ അനുസരിച്ചാണ് ഫ്ലെക്സിബിൾ ഇൻകംസ്. അപ്പോൾ 2 രീതിയിൽ ഇൻകം സൃഷ്ടിക്കണം. 1 ഫിക്സഡ് ഇൻകം, 2 ഫ്ലെക്സിബിൾ ഇൻകംസ്. ഓക്കെ, ഇൻകം സൃഷ്ടിക്കണം എന്നുള്ളത് ക്ലിയറായി. ഇനി എല്ലാവരുടെ ഒരു കൺഫ്യൂഷൻ എന്ന് പറഞ്ഞാൽ അത് എങ്ങനെ വളരെ കൃത്യമായി അത് ചെലവാക്കണം എന്നുള്ളതാണ്. ഇപ്പോൾ സമ്പാദിക്കാനുള്ള വഴികൾ എല്ലാവരും കണ്ടുപിടിച്ച് തുടങ്ങി, പക്ഷെ അത് എങ്ങനെ അത് ചെലവാക്കണമെന്ന് ആർക്കും ഇപ്പോഴും കൃത്യമായിട്ടൊരു അറിവില്ല. അതിനെക്കുറിച്ച് എന്താണ് പറയാനുള്ളത്? അതുകൊണ്ടാണ്, അതേക്കുറിച്ച് അറിവില്ലാത്തത് കൊണ്ടാണ് പലരും കടക്കണിയിൽ ചെന്ന് പെടുന്നത്. ഡെപ്റ്റ് ട്രാപ്പ് എന്ന് പറയും. കഴിഞ്ഞ ദിവസം ഒരു കോളേജ് പ്രിൻസിപ്പൾ വിളിച്ചും പറയാണ്, എനിക്ക് 45 ലക്ഷം കടത്തിലാണ് ഞാൻ നിൽക്കുന്നത്, റിട്ടയർ ചെയ്യുമ്പോൾ എന്താ ചെയ്യണം, അത്ര എന്ത് ചെയ്യണം എന്നറിയത്തില്ല, ഈ വീട് വിറ്റിട്ട് വേറെ ഇടത്തേക്ക് പോകണം, കടം വീട്ടണമല്ല, ജോലി തീർന്നു, എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. അപ്പം ഞാൻ ചോദിക്കണത്, ഇത്രയും അറിവും അല്ലെങ്കിൽ പാണ്ഡിത്യമോ അനുഭവമുള്ള ഒരു കോളേജ് പ്രിൻസിപ്പളിൻ്റെ അവസ്ഥ ഇതാണെങ്കിൽ കാരണം എന്താ, കിട്ടിയ സമയത്ത് ആ ശമ്പളം മാന്യമായ രീതിയിൽ ചെലവഴിക്കാനുള്ള കഴിവില്ലായ്മയാണ്. പലരുടെയും ശമ്പളം ആദ്യത്തെ ഒരു 10 ദിവസം കഴിയുമ്പോഴേക്കും പിന്നെ 0 ആയി. ശമ്പളം കിട്ടി പല EMIകളും പല അടവുകളും അടച്ചു കഴിഞ്ഞാൽ 0 ആയി. അപ്പോൾ അവർക്ക് കൃത്യമായിട്ട് അത് എവിടെ സ്പെൻഡ് ചെയ്യണമെന്നും അറിയില്ല. ഒരു പകുതി ആകുമ്പോഴേക്കും കയ്യിൽ കാശുമില്ലാതാവും. അത് നമ്മുടെ ഇവിടുത്തെ കാര്യം മാത്രമല്ല, UK നിന്ന് ഒരു നേഴ്സ് വിളിച്ചിട്ട് പറഞ്ഞേ, ലണ്ടനിൽ വർക്ക് ചെയ്യുന്ന നേഴ്സാണ്. അപ്പം നമ്മുടെ വിചാരം അവിടെ നേഴ്സിന് നല്ല ശമ്പളമാണ്. കാരണം ആദ്യത്തെ 10 ദിവസം കൊണ്ട് ബില്ലെല്ലാം അടച്ചു കഴിയും. ബില്ലുകളാണ്, ബിൽ പേയ്മെൻ്റ് എല്ലാം നടത്തി കഴിഞ്ഞാൽ പിന്നെ പൈസ ഇല്ല. അപ്പം ഇത് എല്ലാവരുടെയും ഉള്ളവൻ്റെ ഇല്ലാത്തവൻ്റെ ഒക്കെ അവസ്ഥ. ഇതൊക്കെ മണി മാനേജ്മെൻറ്റ് അറിയാൻ മേലാത്തതുകൊണ്ടാണ്. മണി മാനേജ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ പണത്തെ നമുക്ക് കൈകാര്യം ചെയ്യാൻ അറിയത്തില്ലെങ്കിൽ പണം കയറി നമ്മളെ കൈകാര്യം ചെയ്യും. അതാണ് മണി മാനേജ്മെൻറ്റ്. അതാണ് എൻ്റെ പ്രശ്നം കേട്ടോ. പണം നമ്മളെ കയറി കൈകാര്യം ചെയ്യും. അപ്പോൾ അത് സംഭവിക്കാതിരിക്കാനാണ് നമ്മൾ ഈ ഡിവിഷൻ പഠിക്കേണ്ടത്. അപ്പം നമ്മൾ നേരത്തെ ഞാൻ പറഞ്ഞല്ലോ 5 പടവുകൾ. 2ാമത്തെ പടവുകളിലാണ് പണത്തെ പരിപാലിക്കാൻ പഠിക്കുക എന്നുള്ളത്. ഹൗ ടു പ്രൊട്ടക്റ്റ് ദ മണി. ഇപ്പം നമുക്ക് വീട്ടുകാർ തന്നെന്ന് വിചാരിക്കുക, നമുക്ക് പാരമ്പര്യമായിട്ടൊരു സ്വത്തോ ഒരു വീടോ മാതാപിതാക്കളിൽ നിന്ന് ലഭിച്ചിട്ടുണ്ടെന്ന് വിചാരിക്കുക. അത് പരിപാലിക്കുക എന്നുള്ളത് ഈ തലമുറയുടെ ലക്ഷ്യമാണ്. തീർച്ചയായും
കാരണം അത് വിറ്റിട്ട് നമുക്ക് അത് ഇത് ചെയ്യാന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ അതും ഇല്ല ഇതും ഇല്ലാണ്ടാകുന്ന അവസ്ഥകൾ നമ്മൾ കാണുന്നുണ്ട്. അവിടെയാണ് പരിപാലനം എന്ന് പറയുന്നത്. മൂന്നാമത്തെയാണ് വളർത്തൽ. അപ്പം പരിപാലിക്കേണ്ടത് വളരെ, അതായത് നമ്മുടെ മാതാപിതാക്കൾ നമുക്ക് എന്തെങ്കിലും തന്നിട്ടുണ്ടെങ്കിൽ അതവിടെ നിർത്തിക്കൊണ്ട് തന്നെയാണ് നമ്മൾ കഷ്ടപ്പെട്ട് കാശുണ്ടാക്കേണ്ടത്. ചിലർ പറയില്ല അവൻ സ്വർണ്ണക്കരണ്ടിയുമായിട്ട് അല്ലെങ്കിൽ സ്വർണ്ണ സ്പൂണുമായിട്ട് ജനിച്ച് വളർന്നവനാണ്, പക്ഷേ അത് ഉപയോഗിക്കാനും അതിന് എന്നാലേ വളർത്താൻ പറ്റുള്ളൂ. ഞാൻ കഴിഞ്ഞ ദിവസം ഒരു കേരളത്തിലെ പ്രശസ്തനായ ഒരു സാമ്പത്തിക എന്താ പറയുക നല്ലൊരു ബിസിനസ് മുതലാളിയെ ഒരു ലേഖനം വായിക്കുകയായിരുന്നു. ആ മുതലാളി ഇങ്ങനെ അതിനകത്ത് എഴുതി വച്ചിരിക്കുന്നത്, ഞാനൊരു ഹോട്ടലിൽ നിന്ന് പോലും എനിക്കാവശ്യത്തിലധികമുള്ള ടിഷ്യൂ പേപ്പർ പോലും എടുക്കത്തില്ല. അയാൾ പോയി താമസിക്കുന്ന 5 സ്റ്റാർ ഹോട്ടലിൽ അയാളുടെ മുമ്പിലിരിക്കുന്ന ടിഷ്യൂ പേപ്പർ അയാൾക്ക് എന്തുവേണമെങ്കിലും ചെയ്യാം, അല്ല അതിൽ നിന്ന് പോലും എനിക്കാവശ്യമുള്ളത് മാത്രമേ ഞാൻ എടുക്കുകയുള്ളൂ. അതാണ് എൻ്റെ വിജയമന്ത്രം. താങ്കൾ എങ്ങനെ കോടീശ്വരനായി എന്നുള്ളതിനെക്കുറിച്ച് അയാൾ പറഞ്ഞ ഉത്തരമാണ്. ഇതാണ് പണത്തോടുള്ള നമ്മുടെ സമീപനം. നമ്മൾ ഇതിനെ എങ്ങനെ സമീപിക്കുന്നു എന്നുള്ളതാണ്. ഈ എക്കണോമിക്സിൽ ഞങ്ങൾ പറയും, സാമ്പത്തിക ശാസ്ത്രത്തിൽ ഞങ്ങൾ പഠിപ്പിക്കുന്ന ഒരു തിയറിയാണ് ഡെമോൺസ്ട്രേഷൻ എഫക്റ്റ് എന്ന് പറയും. അതായത് ഇമിറ്റേഷനാണ്. സിമ്പിൾ ലാംഗ്വേജിൽ പറഞ്ഞാൽ അത് എക്കണോമിക്സ് ലാംഗ്വേജിൽ ഞങ്ങൾ പഠിപ്പിക്കുമ്പോൾ കോൺസ്പിക്വസ് കൺസംഷൻ എന്നൊക്കെയാണ് പറയണത്. അത്രയും കട്ടിയായ വാക്കുകളൊന്നും നമ്മളിവിടെ പറയുന്നില്ല. സിമ്പിളായിട്ടാണെങ്കിൽ അനുകരണ മനോഭാവം. അനുകരണ മനോഭാവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പുറമുള്ളവർക്കും ഇപ്പുറമുള്ളവർക്കും ഉണ്ട്, പിന്നെ എനിക്കില്ലെങ്കിൽ എന്തോ ഒരു കുറവ് പോലെ. അപ്പം ഞങ്ങൾ 3 തരത്തിൽ ഇതിൻ്റെ എഫക്റ്റിനെ വിശദീകരിക്കാറുണ്ട്. എല്ലാവർക്കും ഉള്ളത് കൊണ്ട് എനിക്കും വേണം, എല്ലാവർക്കും ഇല്ലാത്തത് കൊണ്ട് എനിക്ക് വേണം, മനസ്സിലായി? ഇങ്ങനെ പിന്നെ മറ്റുള്ളവരുടെ ഒപ്പം എത്തുക എന്നുള്ളത്. അതിനെ ഞങ്ങൾ സാമ്പത്തിക ശാസ്ത്രത്തിൽ വിശദീകരിക്കുന്ന ഇങ്ങനെയാണ്: ടു കീപ്പ് അപ്പ് വിത്ത് ദ ജോണസസ്. ജോണസസ് എന്ന് പറഞ്ഞാൽ അയൽക്കാരൻ. അയൽക്കാരനോട് ഒപ്പം എത്തുക എന്ന് പറഞ്ഞാൽ സ്വാഭാവികമാണ്, ആർക്കും ഉണ്ടാകുന്നതാണ്. പക്ഷെ ടു സർപ്പാസ് ദ ജോണസസ്, ദാറ്റ് മീൻസ് അയൽവക്കത്തുകാരനെ മറികടക്കണം. ആ ചിന്തയാണ് അപകടകരം. ഉദാഹരണത്തിന് ഇപ്പം ഞാൻ പറയുകയാണെ, അപ്പുറത്തെ വീട്ടിലെ കൊച്ച് UK പഠിക്കാൻ പോയി, ഇപ്പുറത്തെ വീട്ടിലെ കൊച്ച് USA പഠിക്കാൻ പോയി, പിന്നെ എൻ്റെ വീട്ടിലെ കൊച്ച് പോയില്ലെങ്കിൽ എന്തോ ഒരു കുറവല്ലേ. അപ്പോൾ ഞാനും 30 ലക്ഷം ലോൺ എടുത്ത് എൻ്റെ കൊച്ചിനെയും വിടാൻ നോക്കുവാണ്. എൻ്റെ കൊച്ച് അവിടെ പോയി ഒരു കോഴ്സ് പഠിക്കാൻ പ്രാപ്തനാണോ, അതിന് പറ്റി ബേസിക് ഡിഗ്രി ഇതുണ്ടോ, അല്ലെങ്കിൽ അവിടെ ചെന്ന് കഴിഞ്ഞാൽ പഠനത്തോടൊപ്പം ജോലി തുടരാൻ പറ്റുമോ, ഇങ്ങനെയുള്ള സ്കില്ലുണ്ടോ, ആപ്റ്റിറ്റ്യൂഡ്, ഇതൊന്നും നോക്കുന്നില്ല. നമ്മുടെ നാട്ടിലൊരു രസമുണ്ട് കേട്ടോ. ഇപ്പം ഞാൻ ആരോടെങ്കിലും മക്കളുടെ ജോലിയൊക്കെ എന്താ, മക്കൾ എവിടം വരെ എത്തി, ജോലി എന്താ എന്നാ ചോദിക്കണം. ജോലി അറിയാനോ ഞാൻ ചോദിക്കാം. അപ്പോൾ അവർ പറഞ്ഞ മറുപടിയാണ്, മോൻ UK മോള് US സ്ഥലത്തിൻ്റെ പേര് ജോലി എന്നാന്ന് ചോദിക്കുമ്പോൾ സ്ഥലത്തിൻ്റെ പേര് പറയുന്ന രീതിയിൽ നമ്മുടെ ഒരു കൾച്ചർ മാറി. അവിടെയാണ് നമ്മുടെ കടക്കണി വരുന്നത്. നേരത്തെ ചോദിച്ച ചോദ്യമില്ലേ, സാധാരണക്കാരൻ നേരിടുന്ന ഏറ്റവും വലിയ വെല്ലുവിളി ഈ കടക്കണിയാണ്. ഈ കടക്കണി ഒരു വീട്ടിലേക്ക് ഒരിടം ഓടിക്കയറി വരില്ല. ഒരു വിചാരിക്കാത്ത ഒരു രോഗമോ അല്ലെങ്കിൽ ഒരു അപകടമോ ഒക്കെ അല്ലെങ്കിൽ തകർച്ചയോ നമുക്ക് മനസ്സിലാവും. കടക്കണിയിൽപ്പെട്ട കുടുംബങ്ങളെ നമ്മളെടുത്ത് പഠിച്ചു നോക്കുക. ആത്മഹത്യ ചെയ്തവരെയോ ചെയ്യാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നവരെയൊക്കെ നമ്മളെടുത്ത് പഠിച്ചു നോക്കുക. നമുക്കറിയാൻ പറ്റും എന്താ സംഭവിക്കണത്. ഈ പെട്ടെന്ന് ഓടിക്കേറി വന്നതല്ല, അവരുടെ മിസ്മാനേജ്മെൻറ്റ്. അതായത് പരിപാലിക്കുക, വളർത്തുക, സമ്പാദിക്കുക എന്നൊക്കെ പറഞ്ഞ പടവുകളിൽ വന്ന മിസ്മാനേജ്മെൻറ്റാണ് ഇതിൻ്റെ കാരണം. മിസ്മാനേജ്മെൻറ്റാണ് കാരണം. പക്ഷേ കാലം കഴിയും തോറും നമ്മുടെ ഒരു ലിവിങ് സ്റ്റാറ്റസും മാറണമല്ലോ, ലൈഫ് സ്റ്റാറ്റസും മാറിക്കൊണ്ടിരിക്കണമല്ലോ. അപ്പോൾ ഈ ലൈഫ് സ്റ്റാറ്റസിനനുസരിച്ചിട്ട് അതിലേക്ക് സാമ്പത്തികത്തിൻ്റെ ഒരു ഒഴുക്കും നടക്കണം. അപ്പോൾ അത് പ്രോപ്പറായിട്ട് മാനേജ് ചെയ്യാത്തതായിരിക്കുമോ ഈ ലൈഫ് സ്റ്റാറ്റസ് അല്ലെങ്കിൽ ജീവിത രീതി, സ്റ്റാൻഡേർഡ് ഓഫ് ലിവിങ് അല്ലേ? ജീവിത രീതി തീരുമാനിക്കുന്നത് ആരാ? നമ്മളാണ്. എൻ്റെ ജീവിത രീതി തീരുമാനിക്കേണ്ടത് ഞാനാണ്. അത് അയൽവക്കത്തുള്ളവരോ സർക്കാരോ നാട്ടുകാരോ അല്ല കേട്ടോ. എൻ്റെ ജീവിത രീതി ഞാൻ പെട്ടെന്ന് രസകരമായ ഒരു അനുഭവമാണ് എൻ്റെ മനസ്സിലേക്ക് വരുന്നത്. ഞാൻ കുട്ടികളെ സർവേക്ക് വേണ്ടി ഗ്രൂപ്പുകളായിട്ട് പലയിടത്തോട്ടും വിട്ട്. സർവേക്ക് ഞാൻ കൊടുത്ത ചോദ്യം ഇതായിരുന്നു: പണി തീരാറായ സ്റ്റേജിൽ വിറ്റുപോയ വീടുകളെക്കുറിച്ചുള്ള സർവേ. വിൽക്കാൻ വേണ്ടി പണിത വീടുകളല്ല, വിൽക്കേണ്ടി വന്നു പോയ വീടുകളെക്കുറിച്ചുള്ളൊരു സർവേ. ഈ വിൽക്കേണ്ടി വന്നുപോയ വീടുകളെക്കുറിച്ചുള്ള സർവേ എടുത്തിട്ട് പിള്ളേർ സബ്മിറ്റ് ചെയ്യുമല്ലോ, റിപ്പോർട്ട് സബ്മിറ്റ് ചെയ്യും. അപ്പോൾ കുട്ടികൾ വന്നിച്ച് എന്നോട് പറഞ്ഞു, മിസ്സേ രസകരമായൊരു കാര്യം ഞങ്ങൾ കണ്ടെത്തി. ഞാൻ ചോദിച്ചാൽ എന്താണ്? അവർ വിറ്റിട്ട് അവരാ വീട്ടിൽ തന്നെ വാടകയ്ക്ക് താമസിക്കുന്നു. അപ്പം ഞാൻ ചോദിച്ചാൽ അത് നല്ല കാര്യമാണ്, അതൊരു നല്ല എക്കണോമിക് ത്രെഡ് അവിടെയുണ്ട്. അപ്പോൾ നമുക്ക് അതേക്കുറിച്ച് ഒന്നുകൂടി പഠിക്കാം, നിങ്ങൾ ഒന്നുകൂടി പോകുക, കുറച്ചുകൂടി നല്ല ക്വസ്റ്റ്യനൊക്കെ ഉണ്ടാക്കി അവരെ ഞാൻ വീണ്ടും വിട്ടു, എന്തുകൊണ്ട് ഇങ്ങനെ വിറ്റു. അപ്പോൾ അവർ അത് പഠിച്ചിട്ട് വന്നിട്ട് പറയാം, മിസ്സേ എന്താ പറ്റിയെന്നറിയാമോ മിസ്സേ, അവർ വീട് പണിയണ സമയത്ത് ഭാര്യയും ഭർത്താവും കൂടി എന്നിട്ട് ആദ്യം ആലോചിച്ച്
നമുക്ക് എങ്ങനെ വീട് പണിയണം, എത്ര മുറി വേണം, 2 ബെഡ്റൂം, ഒരു ഹാള്, ഒരു കിച്ചൺ, ഒരു ടോയ്ലറ്റ്, അല്ലെങ്കിൽ വർക്ക് ഏരിയ, ഒരെണ്ണം അറ്റാച്ച്ഡ്, ഇങ്ങനെയൊക്കെ പ്ലാൻ ഇട്ടു. ഇത് കഴിഞ്ഞ് കുറച്ച് മുന്നോട്ട് പോയി കഴിഞ്ഞപ്പോൾ കോൺട്രാക്ടർ പറഞ്ഞ് ഈ സൺഷെയ്ഡ് ഒന്ന് ഇച്ചിരി നീട്ടിയാൽ അവിടെ ഒരു സ്റ്റഡി റൂമും കൂടി നമുക്ക് കെട്ടാം. അപ്പോൾ പിള്ളേർ വലുതായി വരുമ്പോൾ പഠിക്കാൻ മുറി വേണമല്ലോ. ശരിയാ, അത് നല്ല കാര്യം. കടയിൽ പോയി ഗ്രാനൈറ്റ് വേണോ, മൊസൈക്ക് വേണോ, അല്ലേ, ടൈൽസ് വേണോ, അത് തീരുമാനിക്കാൻ കടയിൽ ചെന്നപ്പോൾ കടക്കാരൻ പറഞ്ഞു, സാറേ ഈ ഗ്രാനൈറ്റ് കൊണ്ടുപോയാൽ 30 കൊല്ലത്തേക്ക് പിന്നെ നോക്കണ്ട, ഒരു മെയിൻ്റനൻസും വരത്തില്ല. അത് ശരിയാണ്. എന്താ സംഭവം? എൻ്റെ തീരുമാനങ്ങൾ അപരനെടുത്തു. അവിടെയാണ് സ്റ്റാൻഡേർഡ് ഓഫ് ലിവിംഗ് ആണ് നമ്മുടെ ചോദ്യം ഇതാണ്, സ്റ്റാൻഡേർഡ് ഓഫ് ലിവിങ്. അപ്പോൾ കടക്കാരൻ തീരുമാനിച്ചു ഗ്രാനൈറ്റഡ്. അപ്പം നമ്മൾ ഇങ്ങനെ പറഞ്ഞ് അവസാനം ഒരു സ്റ്റേജിൽ ഇവരെത്തുകയാണ്, ഇത് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുന്നില്ല. അപ്പോൾ വിൽക്കാൻ തീരുമാനിച്ചപ്പോൾ പുതിയ ഉടമസ്ഥൻ പഴയ ഉടമസ്ഥന് വാടകയ്ക്ക് കൊടുത്തു. അപ്പം ഞാൻ ഇതേക്കുറിച്ച് ലേഖനം എഴുതി, സ്വന്തം വീട്ടിലെ വാടകക്കാർ എന്നും പറഞ്ഞിട്ട് ഞാനൊരു പ്രമുഖ പത്രത്തിലൊരു ലേഖനം എഴുതി. ഞാൻ ലേഖനം എഴുതി കഴിഞ്ഞപ്പോൾ എനിക്കും 2-3 കോളുകൾ വന്ന്, ടീച്ചർ ചെയ്ത എൻ്റെ കാര്യമാണ് ടീച്ചർ എഴുതിയത്. പല സ്ഥലങ്ങളിൽ നിന്നാണ് കോൾ വരുന്നത്. എല്ലാവർക്കും അപ്പോൾ അതേ പ്രശ്നത്തിലൂടെ കടന്നുപോയ വ്യക്തികൾ. അപ്പം സ്റ്റാൻഡേർഡ് ഓഫ് ലിവിങ് ആരാണ് തീരുമാനിക്കേണ്ടത്? ഞാൻ എങ്ങനത്തെ വീട് പണിയണം, എനിക്ക് എന്താണ് ആവശ്യം? ഇത് ഭാര്യയും ഭർത്താവും അല്ലെങ്കിൽ അവരുടെ കുടുംബാംഗങ്ങൾ ഒന്നിച്ചിരുന്ന് എടുക്കേണ്ട തീരുമാനമാണ്. ഇത് അപരൻ എടുക്കുന്നത് കൊണ്ടാണ് ഈ പറഞ്ഞത്. അപ്പോൾ സ്റ്റാൻഡേർഡ് ഓഫ് ലിവിങ്ങും നമുക്കെന്താ വേണ്ടത് എന്ന് തീരുമാനിക്കണം. പ്രശ്നം നമ്മൾ കണ്ടെത്തി, നമ്മൾ തീരുമാനങ്ങൾ നമ്മൾ എടുക്കണം, മറ്റൊരാളുടെ തീരുമാനത്തിന് വിട്ടുകൊടുക്കരുത്. ഓക്കെ, നമ്മൾ പണം സമ്പാദിക്കുന്നതിനെ കുറിച്ച് പറഞ്ഞു, അത് ചെലവാക്കുന്നതിനെ കുറിച്ച് പറഞ്ഞു. ഇനിയൊരു നീക്കിയിരിപ്പുണ്ടല്ലോ, കരുതൽ പണം. അതെ, അതിനെക്കുറിച്ച് എങ്ങനെയാണ് കാണുന്നത്? അതായത് ശരിക്കും എല്ലാവരുടെ വിചാരം ചെലവ് കഴിഞ്ഞ് മിച്ചം വരുന്നതാണ് സമ്പാദ്യം എന്നാ. തെറ്റാണ്. തിരിച്ചാണ്, സമ്പാദ്യം കഴിഞ്ഞ് മിച്ചം വരുന്നതാണ് ചിലവ്. അങ്ങനെ വേണം. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഇൻകം കിട്ടിക്കഴിഞ്ഞാൽ, വരുമാനം കിട്ടിക്കഴിഞ്ഞാൽ, പല സ്രോതസ്സിൽ നിന്നായിരിക്കുമല്ലോ വരുമാനത്തിൻ്റെ കുറഞ്ഞത് 20% സമ്പാദിച്ചിരിക്കണം. അപ്പോൾ 100 രൂപ ഒരാൾക്ക് കിട്ടിക്കഴിഞ്ഞാൽ ആദ്യം തന്നെ 20 രൂപ മാറ്റണം. അത് സമ്പാദ്യമാണ്. പിന്നെ 80 കയ്യിലുള്ളത്. ഈ 80-ൽ നിന്നാണ് നമുക്ക് പിന്നെ EMI അടയ്ക്കണം, അത് ഇതൊക്കെ പറഞ്ഞിട്ട് അല്ലേ. അപ്പോൾ EMI പോലും നമ്മുടെ വരുമാനത്തിന് 40% കൂടരുത്. അപ്പോൾ ഈ 80-ൽ നിന്നൊരു 40 അല്ലെങ്കിൽ 30 വല്ലതും പോയി കഴിഞ്ഞാൽ ബാക്കിയുള്ളതിനെയാണ് നമ്മൾ ഡിസ്പോസബിൾ ഇൻകം എന്ന് വിളിക്കും. ഡിസ്പോസബിൾ ഇൻകം എന്ന് പറഞ്ഞാൽ ചിലവാക്കാനുള്ള കാശ്. ഈ ചിലവാക്കാനുള്ള കാശ് കയ്യിലില്ലെങ്കിൽ എന്ത് സംഭവിക്കും? പിന്നെ കടം മേടിക്കാൻ പോകും അല്ലേ. അപ്പോൾ ഇവിടെ ഒരു ബാലൻസിങ് ഉണ്ട്. ഞാനിപ്പോൾ പറഞ്ഞൊരു ബാലൻസിങ് 20:30:50 ആണ്. ഇതൊരു സാധാരണക്കാരൻ്റെ ബാലൻസാണ്. അപ്പോൾ പൈസ കിട്ടിക്കഴിഞ്ഞാൽ ആദ്യം തന്നെ 20 മാറ്റുക എന്നുള്ളതാണ്. 100-ന് 20 എന്ന് പറയുമ്പോൾ 1000 കിട്ടുന്നവനും 10,000 കിട്ടുന്നവനും 1 ലക്ഷം കിട്ടുന്നവനും 5 ലക്ഷം, അതനുസരിച്ചാണ് 20%. കുറേ കഴിയുമ്പോൾ ഒരു പക്ഷേ നമുക്ക് ഈ 20 എന്നുള്ളത് ഉയർത്താൻ പറ്റും തുടക്കത്തിൽ. അതുകൊണ്ട് നമുക്ക് വൈകുന്നേരം ജോലി ചെയ്ത് കിട്ടുന്ന കൂലി പണി പോകുന്ന ഒരാൾക്ക് പോലും ഒരു 600 രൂപ മുതൽ 1400 രൂപ വരെയുണ്ട് കൂലികൾ. 600 എന്ന് ഞാൻ പറയുന്നത് ഡൊമസ്റ്റിക് വർക്കേഴ്സിൻ്റെ ഒക്കെ കാര്യമാണ്, ഗാർഹിക തൊഴിലാളികൾ. അതേസമയം നമ്മളൊരു പ്ലംബറിയോ ഫിറ്ററിയോ കാർപ്പൻറ്ററിയോ പെയിൻറ്ററിയൊക്കെ എടുക്കുവാണെങ്കിൽ 1200 1400 രൂപയൊക്കെ ഡെയിലി കിട്ടുന്നുണ്ട്. അവനൊരു 200 രൂപ എല്ലാ ദിവസവും മാറ്റുവാണെങ്കിൽ, ആഴ്ചയിൽ പണിയെടുക്കുന്നവൻ ആഴ്ചയിൽ 6 ദിവസം കൂടെ പണിയുണ്ട്, വേണമെങ്കിൽ 7 ദിവസമൊന്നും പറയാം, പക്ഷെ നമുക്ക് 6 പറയാം. പണിയെടുക്കാൻ മനസ്സും സന്നദ്ധതയുള്ളവൻ ഇവിടെ പണിയുണ്ട്. അതുകൊണ്ടാണ് ലക്ഷക്കണക്കിന് അതിഥി തൊഴിലാളികൾ ഇവിടെ ഉള്ളത്. അപ്പോൾ പണിയെടുത്തു കഴിഞ്ഞാൽ ഇവൻ ഒരു ദിവസം 200 രൂപ മാറ്റിക്കഴിഞ്ഞാൽ ആഴ്ചയിൽ എത്രയാണ് മാറ്റുന്നത്? 1200 രൂപ, മാസം 4800 രൂപ, 5000 രൂപ മാസം അടയ്ക്കാവുന്നൊരു ചിട്ടിക്ക് അവന് കൂടാൻ പറ്റും. എന്താ പ്ലാനിങ് ഇല്ലാഞ്ഞിട്ടാണ്. എന്നിട്ട് എന്താ പറ്റണത്? ഈ 1400 കിട്ടിയാലും ഒന്നുമില്ല. അതെന്തുകൊണ്ടാണ്? ആദ്യം സമ്പാദ്യം എന്നുള്ള ചിന്തയില്ലാഞ്ഞിട്ടാണ്. അതൊരു നല്ലൊരു തോട്ടാണ്. പക്ഷെ ഞാനൊരു ചോദ്യം ചോദിക്കട്ടെ, ഇപ്പോ തന്നെ നമുക്ക് എന്നോട് ചോദ്യങ്ങൾ ചോദിച്ചോണ്ടിരിക്കുവാണല്ലോ. അല്ല, ഞാൻ നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടിയാണ് ചോദിക്കുന്നത്. ഇപ്പോൾ തന്നെ പലർക്കും വരുമാനത്തിൽ കൂടുതലാണ് എക്സ്പെൻസ് വരുന്നത്. അപ്പോൾ നമുക്ക് അതിൻ്റെ ഇടയിൽ ഈ പറഞ്ഞ 20% ഒരു സക്സസ് ഫോർമുല എന്ന് പറയുന്ന ഒരു സംഭവം അത് പ്രായോഗികം ആക്കാൻ പറ്റുമോ? ഈ സക്സസ് ഫോർമുല ആരാ തീരുമാനിക്കുന്നത്? അവിടെയാണ് പ്രശ്നം. ഇവിടെയൊക്കെയാണ് നമുക്കൊരു നിശ്ചയദാർഢ്യം, നമ്മൾ പറയില്ല ഇൻറ്റഗ്രിറ്റി എന്നോ ക്രെഡിബിലിറ്റി എന്നൊക്കെ പറയും. നിശ്ചയദാർഢ്യമാണ് വേണ്ടത്. ഞാനിത് മാറ്റിയിരിക്കും എന്നൊരു തീരുമാനം എടുക്കുക എന്നുള്ളതാണ്. നമുക്കറിയാം ചില ചിലവുകളെ നമുക്ക് മാറ്റിവെക്കാൻ പറ്റത്തില്ല. ഉദാഹരണത്തിന് മെഡിക്കൽ എക്സ്പെൻസ് മാറ്റാൻ പറ്റുമോ? ഇല്ല. ഇപ്പോൾ ഒരു 1-2 കുട്ടികളുണ്ട്, ഫാമിലിയുണ്ട്,
ട്രാവലിംഗ് എക്സ്പെൻസ് മാറ്റാൻ പറ്റത്തില്ല, വീട്ടിലെ പലചരക്ക് അടുക്കള എക്സ്പെൻസ് മാറ്റാൻ പറ്റത്തില്ല. ഇതൊക്കെ നമ്മൾ കൃത്യമായിട്ട് ഒരു കണക്കുണ്ടാകുക എന്ന് പറയും. കണക്ക് എഴുതുക എന്നുള്ളതാണ്. പലർക്കൊരു കണക്കില്ല എന്നുള്ളതാണ് പലർക്കും. അപ്പോൾ ഈ ഞാൻ ഓർക്കുന്നുണ്ട്, ആത്മഹത്യ ചെയ്യുമ്പോൾ ഒരു കുടുംബത്തെ എനിക്ക് രക്ഷിക്കാൻ സാധിച്ച ഒരു അനുഭവം ഞാൻ ഓർക്കുന്നുണ്ട്. ആ സ്ത്രീ എന്നോട് പറയുമായിരുന്നു, അതായത് ഭാര്യയും ഭർത്താവും 2 പിള്ളേരും കൂടി ആത്മഹത്യ ചെയ്യാൻ പോകുമായിരുന്നു. നമുക്ക് ഇടപെടുത്തിട്ട് രക്ഷപ്പെടുത്താൻ പറ്റും. ആ സ്ത്രീ എന്നോട് പറയുന്നത്, ഇത്രയും കടമുണ്ടെന്ന് എനിക്കറിയില്ലായിരുന്നു, എങ്കിൽ ഞാൻ ഈ പിള്ളേരെ CBSE ചേർത്ത് പഠിപ്പിക്കുകയില്ലായിരുന്നു പറയുകയാണ്. അപ്പം ഞാൻ ഭർത്താവിനോട് ചോദിച്ചു, അതെന്താ ചേച്ചിയോട് ഈ കടമൊന്നും തുടക്കത്തിലേ പറയാഞ്ഞത്? അപ്പം നല്ലൊരു മനുഷ്യൻ ചേച്ചിയെ വിഷമിപ്പിക്കേണ്ടല്ലോ എന്ന് ഓർത്താൽ പറയാഞ്ഞത്. പക്ഷെ ഒരു സ്റ്റേജ് വന്നേക്ക് പിടിച്ചാൽ കിട്ടാത്ത വന്ന സ്റ്റേജിലാണ് പറയുന്നത്. എന്താ പറ്റണമെന്നറിയാം, മിസ്മാനേജ്മെൻറ്റ്. തുടക്കം മുതൽ തന്നെ നമ്മളിത് പിടിക്കണം, എന്നാലേ ശരിയാകുള്ളൂ. അല്ലെങ്കിൽ ആദ്യം തന്നെ അത് എല്ലാവരുടെയും കൂടി കൂട്ടുത്തരവാദിത്തമാണ് കേട്ടോ. ഇതൊരു വീട്ടിലെ ഭർത്താവിൻ്റെയോ ഭാര്യയുടെ ഉത്തരവാദിത്തം മാത്രമല്ല, ഇത് കൂട്ടുത്തരവാദിത്തമാണ്, മക്കളുടെ ഉത്തരവാദിത്തമാണ്. അതുകൊണ്ട് എൻ്റെ അപ്പൻ എങ്ങനെയാണ് കാശുണ്ടാക്കണത്, എൻ്റെ അപ്പന് എത്ര വരുമാനമുണ്ട്, എൻ്റെ അപ്പന് എത്ര കടമുണ്ട്, അമ്മയും മനസ്സിലാക്കുക, അല്ലെങ്കിൽ അമ്മയ്ക്ക് എത്ര വരുമാനമുണ്ട്. ഇതൊരു കൂട്ടുത്തരവാദിത്തത്തിൻ്റെ മേഖലയിൽ നിന്ന് നമ്മൾ എടുത്തില്ലെങ്കിൽ എന്താ സംഭവിക്കണമെന്നറിയാമോ? കടക്കെണിയിലേക്ക് വരും. പണ്ടാരോ കാരണവന്മാർ പറഞ്ഞു വെച്ചൊരു ചൊല്ലി ഞാൻ ഓർക്കുകയാണ്, നിങ്ങൾ മറ്റുള്ളവരുടെ അനുഭവം കണ്ടുപഠിക്കണം, ഇല്ലെങ്കിൽ കൊണ്ടുപഠിക്കും. കണ്ടുപഠിച്ചില്ലെങ്കിൽ കൊണ്ടുപഠിക്കും. അപ്പോൾ അതുകൊണ്ട് നമ്മുടെ ചുറ്റുവട്ടത്ത് തന്നെ നമുക്ക് ലിവിങ് എക്സാമ്പിൾസ് ഉണ്ട് അല്ലേ? ആത്മഹത്യ ചെയ്തവരെക്കാളും കൂടുതൽ ചെയ്യാൻ ആഗ്രഹിച്ചുകൊണ്ടിരിക്കുന്നവരും ചിന്തിച്ചുകൊണ്ടിരിക്കുന്നവരും. എന്തുകൊണ്ടാണ് സംഭവിച്ചത്? മിസ്മാനേജ്മെൻറ്റാണ്. അപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ ഈ സ്റ്റാൻഡേർഡ് ഓഫ് ലിവിങ് പറയാൻ എളുപ്പമാണെന്ന് പറഞ്ഞില്ലേ, 20% സമ്പാദിക്കണമെന്ന് പറയാൻ എളുപ്പമാണ്, സമ്മതിച്ച് ചെയ്യാൻ. പക്ഷേ പ്രാക്ടിക്കലാക്കുക എന്നുള്ളതിലാണ് നമ്മുടെ ആർജവം ഇരിക്കുന്നത്. അങ്ങനെ നമ്മുടെ വ്യക്തികളും കുടുംബങ്ങളും മാറുക എന്നുള്ളതാണ്. അങ്ങനെ മാറാനാണ് നമ്മുടെ ഈ എപ്പിസോഡ് നമ്മളെ സഹായിക്കുന്നത്. ടീച്ചറെ, അപ്പോൾ നമ്മൾ ഇത്രയും നേരം ചർച്ച ചെയ്തത് നമ്മുടെ സാമ്പത്തികത്തെക്കുറിച്ച്, നമ്മുടെ വരുമാനം, അത് സ്പെൻഡ് ചെയ്യുന്ന രീതികൾ, ഇനി സേവിങ്സ്, ഇത്തരം കാര്യങ്ങളാണ് നമ്മളിപ്പോൾ ചർച്ച ചെയ്തത്. അത് നമ്മുടെ പ്രാക്ടിക്കൽ ലൈഫിൽ എങ്ങനെ അപ്ലിക്കബിൾ ആകുമെന്ന് ടീച്ചർ വളരെ ലളിതമായ വാക്കുകളിലൂടെ പറഞ്ഞു തന്നു. ഇനി വരും എപ്പിസോഡുകളിൽ നമുക്ക് കൂടുതൽ സാമ്പത്തികമായിട്ടുള്ള കൂടുതൽ ചർച്ചകൾ, ചോദ്യങ്ങൾ, പ്രേക്ഷകരുടെ ചോദ്യങ്ങളൊക്കെ ചോദിക്കേണ്ടതുണ്ട്. അപ്പോൾ എന്തായാലും ഈ എപ്പിസോഡിൽ ഞങ്ങളോട് കൂടെ ആയിരുന്നതിൽ ഒത്തിരി സന്തോഷം. ടീച്ചർക്കും ഒത്തിരി നന്ദി. സമ്പത്തിൻ്റെ സുവിശേഷം എന്ന ഈ പ്രോഗ്രാമിൻ്റെ ഈ എപ്പിസോഡ് ഇവിടെ പൂർണ്ണമാവുകയാണ്. വരും എപ്പിസോഡുകളിൽ നമുക്ക് കൂടുതൽ സാമ്പത്തികമായ സംശയങ്ങൾ തീർക്കാനായി സാധിക്കും. ഞാനും ടീച്ചർ നിങ്ങളോടൊപ്പം ഉണ്ടായിരിക്കും. നന്ദി, നമസ്കാരം.